സാർ, ഈ പ്രാകൃത രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോഴും താലിബാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ ഇപ്പോഴും അവർ പറയുന്നത് പോലെ മാത്രമേ സ്ത്രീകൾ പുറത്തിറങ്ങാവൂ, സ്ത്രീകൾ പൊതുസമൂഹവുമായി ഇടപഴകാവൂ, ഡ്രസ്സ് ധരിക്കാവൂ, സോഷ്യൽ മീഡിയയിൽ വരെ അവർ വരണമെങ്കിൽ അത്തരത്തിൽ അവർ ഒരു കാര്യം തീരുമാനിക്കണം, അതനുസരിച്ച് മാത്രമേ നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം ഒരു കാഴ്ചപ്പാടിനോട് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇത്തരം ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് അഭിപ്രായമേ ഇല്ല. രണ്ട്, നിങ്ങൾ തന്നെ വാക്ക് ഉപയോഗിച്ച് പ്രാകൃതം എന്നാണ്. മതപരമായിട്ടുള്ള വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായി എത്തിച്ചേരുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി അനുസരണയോടെ വളരുന്ന ആൾക്കാരായിട്ട് പഠിപ്പിച്ച് വളർത്തുന്ന ആൾക്കാർ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കും. മറ്റേതങ്ങനല്ല. ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത് കുട്ടികളായിട്ട് ജനിച്ച് വ്യക്തികളായി മാറി പൗരരായി മാറുന്ന ആൾക്കാരുടെ ലോകമാണ്. ആ ആൾക്കാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനില്ലാതെ മതവിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആരെവിടെ ഉണ്ടാക്കിയാലും അതെല്ലാം അങ്ങനെ തന്നെ ആവും. പ്രാകൃതം എന്ന് നമ്മൾ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ഏത് സമൂഹത്തിനകത്തും ഈ പറയുന്ന പ്രശ്നമുണ്ടാകും. കാരണം ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും അവിടെ എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ രാജാവിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് അയാൾക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റും. പക്ഷേ അവർ പോലും നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രാജാവ് പോലും നിയമം അനുസരിച്ച് മാത്രമേ മര്യാദകളായിട്ട് പെരുമാറാനൊക്കത്തുള്ളൂ. രാജാവിൻ്റെ അവകാശമായിട്ട് കാണിച്ചിട്ടാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇത് ഒരു ഗ്രോത്താണ്. പക്ഷേ ഇന്ന് നമ്മൾ പൗരന്മാരെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ബോധത്തിനകത്ത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ അഷ്വർ ചെയ്യും. അതാണ് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്ന് പറയുന്നത്. മറ്റേതങ്ങനല്ല. വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ബാധ്യത വരും. 2000 വർഷം മുമ്പോ അല്ലെങ്കിൽ 1500 വർഷം മുമ്പോ ഒക്കെ ഉണ്ടാക്കിയ പുസ്തകങ്ങളിനകത്തു നിന്ന് പറയുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പുരുഷപ്രധാനമായിട്ടുള്ള സമൂഹങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ താലിബാൻ എന്ന് പറയുന്നവരുടെ പ്രശ്നം എന്താ? അവർ പഴയ ഗോത്ര സംസ്കാരത്തിനകത്തു നിന്ന് കഷ്ടിച്ച് കൃഷിക്കാരായി മാറിയിരിക്കുന്ന ഒരു കാലത്തുള്ള മനുഷ്യരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ അവർ തിരഞ്ഞെടുക്കുന്നത് അവരെ ഈ കൃഷിക്കാരെ ആയിരിക്കത്തില്ല. അവർക്ക് അവരുടെ അടുത്ത തലമുറ ഉണ്ടാക്കാനുള്ള ഇണകളെ കിട്ടത്തേയില്ല. കാരണം അവർ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പം സ്വത്തുണ്ടാകുന്നവർ, വിദ്യാഭ്യാസം ലഭിക്കുന്നവർ, സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവുള്ള സ്ത്രീകളുണ്ടായാൽ അവർക്ക് ഭാര്യമാരെ ഇണകളെ കിട്ടത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ളവരായി മാറാൻ അവർ അനുവദിക്കാത്തത്. അല്ലാതെ മദ്രസയിൽ വളരാനായിട്ട് അവർ അനുവദിക്കുമല്ലോ. അപ്പം അവിടെ എന്താ പഠിപ്പിക്കുന്നത്? അനുസരണം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവരെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ പ്രാകൃതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഏത് വിശ്വാസം അതിന് ഡിഗ്രിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പം യൂറോപ്പിനകത്ത് ഡാർക്ക് ഏജസ് എന്ന് വിളിക്കുന്ന ഒരു കാലമുണ്ട്. അവിടുത്തെ റിനേസൻസ് എന്നോ അല്ലെങ്കിൽ റിഫർമേഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ്, നമ്മൾ നവോത്ഥാന മൂല്യങ്ങളുണ്ടാകുന്ന ലോകത്ത് സയൻസ് മുൻപോട്ട് വരുന്നതിന് മുമ്പുള്ള കാലത്ത് ക്രിസ്തു മതത്തിൻ്റെ ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ക്രിസ്ത്യൻഡം എന്നായിരുന്നു പറയുന്നത്. പോപ്പായിരുന്നു എല്ലാ അനിഷേധ്യ നേതാവ്. ആ സമയത്ത് ഏറ്റവും പ്രാകൃതമായ ഭരണമായിരുന്നു. ആ പ്രാകൃതമായ ഭരണത്തിനെതിരായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പുത്തൻ അറിവും റിഫർമേഷൻ എന്ന് പറയുന്ന ഈ മതപരമായ സ്വാതന്ത്ര്യങ്ങളുണ്ടാകും. അങ്ങനെയാണ് പ്രോട്ടസ്റ്റൻ്റ് മതങ്ങളുണ്ടായത്. അപ്പം പോപ്പിൻ്റെ പിടി അങ്ങ് പോയി. അപ്പോഴാണ് അവിടെ താരതമ്യേന മെച്ചപ്പെട്ട ജനാധിപത്യ സംസ്കാരം ഉണ്ടായത്. ഇതുണ്ടായ ഈ തരത്തിലുള്ള റിഫർമേഷൻ നടക്കാത്ത ഒരു മതമാണ് ഇസ്ലാം മതം. ഇപ്പോഴും രാജാക്കന്മാരാണ് സൗദി അറേബ്യയിലും ഒക്കെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെന്ന് പറയുന്നിടത്ത് എല്ലാം രാജാക്കന്മാർ തന്നെയാണ്. ഇനി തിരഞ്ഞെടുപ്പുണ്ടായ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഇറാനാണ്. തിരഞ്ഞെടുപ്പുണ്ടായിട്ട് പക്ഷേ അവിടുത്തെ രാജാവിനെ മാറ്റിയാണ് അവർ തിരഞ്ഞെടുപ്പുണ്ടാക്കി. പക്ഷേ അവർ ഉപയോഗിച്ച ടൂളെന്ന് പറയുന്നത് ഈ പഴഞ്ചൻ മൂല്യബോധമാണ്. ഇതുകൊണ്ടാണ് ആ സ്ഥലം ഇന്ന് നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമായി മാറിയത്. അപ്പം ഈ മേഖല മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ മതി. മതപരമായ വിശ്വാസങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി എവിടെ രാജ്യമുണ്ടാക്കിയോ അവിടെ അത് പുറകോട്ട് പോവുക തന്നെ ചെയ്യും. സൗദി അറേബ്യയിൽ ഉൾപ്പെടെയുള്ള ഗൾഫ് കൺട്രീസിൽ സ്ത്രീകൾ ഈ മൂടുപടം ഉൾപ്പെടെ പർദ്ദ ഫുൾ ധരിക്കുന്നു, കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ. അന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ശക്തമായ കാറ്റടിക്കും, മണൽക്കാറ്റടിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്.
കാലക്രമേണ അതേ സംസ്കാരം കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ ഇപ്പം നോക്കിയാൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ, പ്രത്യേകിച്ച് മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് മേഖലകളിലായിരുന്നു ആദ്യം ഈ പർദ്ദ സംസ്കാരം കണ്ടുവന്നത്. ഇപ്പോൾ ഇങ്ങനെ തെക്കൻ ജില്ലകളിലായി. ഞാനൊരു തെക്കൻ ജില്ലക്കാരനാണ്. ആ മേഖലയിൽ പല ആളുകളും പർദ്ദ ഉപയോഗിച്ച് തുടങ്ങി. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഭർത്താവ് ഗൾഫിലാണ്, സഹോദരൻ ഗൾഫിലാണ്, വാപ്പ ഗൾഫിലാണ്. അപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. അതൊരു അപ്പോൾ നമ്മൾ കേരളം പ്രാകൃതമായി മാറുകയാണ്. അവർ പറയുന്നത് കൊണ്ട് ചെയ്യുന്നത് പറയുന്നത് വീട്ടുകാർ പറഞ്ഞിട്ടാണെന്ന് പറയാനാണ്. അതുകൊണ്ടേ അല്ല. വളരെ വലിയ ഒരു നാട്ടിനകത്ത് സെക്കുലറായിട്ടിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നിടത്താണ് വലിയ വിഭാഗമായി ഹിന്ദുത്വം ഉണ്ടായി വന്നത്. ഇതിൻ്റെ മറുവശത്ത് വരുന്നവർ, മൈനോറിറ്റി ആയിരിക്കുന്നവർ ചടേന്ന് ഹഡിലി കെട്ടിപ്പിടിക്കും. ഗൾഫിൽ പോയവരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അവിടെ അവർ കാണുന്ന സാധനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മൈനോറിറ്റി കെട്ടിപ്പിടിച്ച് അവരുടെ മതവിശ്വാസങ്ങൾ ഊതിപ്പെരിപ്പിക്കും എന്നുള്ളതാണ് ലോകത്ത് എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഇന്ത്യക്കാരായിരിക്കുന്നവർ അമേരിക്കയിൽ പോയാൽ മതി, ബ്രിട്ടനിൽ പോയാൽ മതി, പഴഞ്ചൻ ആചാരങ്ങൾ മുഴുവൻ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഗണപതി ഈ സാധനമെല്ലാമായിട്ട് അവിടെ പോകുന്നത്, ഉടുപ്പ് ഇടാതെ ചെണ്ടയും കൊട്ടി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് കണ്ട് ആചാരങ്ങളെന്ന് പറഞ്ഞാൽ പഴഞ്ചനാണെന്നാണ് പഠിക്കുന്നത്. അല്ലാതെ പുതിയ ആചാരങ്ങളാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ. പരസ്പരം മര്യാദയ്ക്ക് പെരുമാറുന്ന പുതിയ ആചാരമാണ്. അപ്പോൾ ഈ ഏരിയകളിനകത്ത് വിശ്വാസ പ്രമാണങ്ങളിലേക്ക് മുറുകെ പിടിക്കുന്ന ഏത് സമൂഹവും പഴഞ്ചനായിട്ട് മാറും. ഇപ്പോൾ ബ്രിട്ടനിൽ നിങ്ങൾ നോക്കിയാൽ മതി, അവിടുത്തെ മൈനോറിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന, അത് ഇസ്ലാം മത വിഭാഗമായാലും ഹിന്ദു മത വിഭാഗമായാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതവിഭാഗമാണെങ്കിൽ അവർ ഈ സകല ആചാരവും പ്രാക്ടീസ് ചെയ്യും. അതൊരു മൈനോറിറ്റി പ്രശ്നമാണ്. രണ്ട് വെള്ളക്കാരായിരിക്കുന്നവരുടെ ഡോമിനൻസിന് എതിരായിട്ട് നമ്മൾ നിൽക്കണം, നമുക്കൊരു പാരമ്പര്യം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു വശവും ഉണ്ടാവും. അപ്പോൾ വ്യത്യസ്തരായി നിൽക്കുന്നതിന് വേണ്ടി നമ്മളുടെ സ്വന്തമായ ഒരു അസ്തിത്വം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പ്രകടനപരമായിട്ടുള്ള സാധനം വരും. അപ്പോൾ ഇന്ത്യക്ക് അകത്ത് ഇപ്പം നമുക്കറിയാം, ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കി കളഞ്ഞവരുമാണ്. അത് കാരണം കൊണ്ട് ചെയ്യത്തില്ലെന്നൊന്നും വിചാരിക്കാനൊക്കത്തില്ല. ബുൾഡോസർ രാജ് നടക്കുന്ന ആളാണ്. ഇതെല്ലാം കാണുന്നതാണ്. ആ സമയത്ത് എല്ലാ മൈനോറിറ്റിയും ഹാർഡ്ലി ചെയ്യും. എപ്പോഴാണോ ആ നിലവാരത്തിൽ അതുണ്ടായിപ്പോകുന്നത്. ഇപ്പം ഹിറ്റ്ലർ ജർമ്മനിയിലുണ്ടാകുന്ന സമയത്ത് മറ്റുള്ള കൊച്ചു വിഭാഗം മുഴുവനും കെട്ടിപ്പിടിച്ച് നിൽക്കും. അത് നമുക്ക് ആർക്കെങ്കിലും പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമില്ല. അതേ സമയത്ത് എല്ലാവരും പൗരരാണ് എന്നുള്ള ബോധമുള്ള ഏത് സമൂഹത്തിനകത്തും ആളുകൾ വാശിയോടെ അവരുടെ മതം ആചരിക്കാൻ നിൽക്കത്തില്ല. അല്ലെങ്കിൽ അവരുടെ ഭാഷ പഠിക്കാനായിട്ട്, ഭാഷ ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കും. ഭാഷാപരമായ ഐക്യം ഉണ്ടാക്കും. നമ്മൾ തമിഴ്നാട്ടുകാരെന്തുകൊണ്ടാണ് ഹിന്ദി പഠിക്കത്തില്ലെന്ന് പറയുന്നത്? വടക്കേ ഇന്ത്യൻ ഡോമിനേഷൻ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഹിന്ദി പഠിക്കാത്തത്. അല്ലെങ്കിൽ ഒരു ഭാഷ എന്നുള്ള നിലവാരത്തിൽ നമ്മളെല്ലാം പഠിക്കത്തില്ലേ? നമുക്ക് പഠിക്കുന്നതിനൊരു മടിയൊന്നും തോന്നത്തില്ല. കാരണം ആ ഭാഷയും കൂടെ പറഞ്ഞാൽ അത്രയും പേരോട് കാര്യം പറയാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ ഹിന്ദി പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ഈ പറയുന്ന ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന വിഭാഗം എതിർപക്ഷത്തോട് കാണിക്കുന്ന ചില നിലപാടുകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗണപതി നിമഞ്ജന ഘോഷയാത്ര പോകുന്നു. ആ ഘോഷയാത്രയ്ക്കെതിരെ കല്ലെറിയുന്നു, ചെരുപ്പെറിയുന്നു. അടുത്ത പള്ളിക്ക് സമീപമുള്ള അവിടെ ഒരു ആഘോഷം നടക്കുമ്പോൾ നിസ്കാര സമയത്ത് നിങ്ങൾ 5 മിനിറ്റ് മുമ്പ് ഇതെല്ലാം ഓഫ് ചെയ്യണം, ഡാൻസും പാട്ടൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിക്കുന്നു. ഇതൊന്നും തന്നെ ഒരു 10 കൊല്ലം മുമ്പില്ലായിരുന്നു. ഇതേ ഗണേശ പൂജ, ഇതേ സാധനം ഞാൻ വടക്കേണ്ടി പഠിച്ച കാര്യത്തിനാണ്. അന്നില്ലായിരുന്നു. ഇതങ്ങനെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതുമാത്രമല്ല, ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ അമ്പലങ്ങളിലെ ബീഫ് എറിഞ്ഞത് മുഴുവൻ ഹിന്ദുക്കളായിരുന്നു നമുക്കറിയാമല്ലോ. അല്ലാതെ ഈ മുസ്ലിങ്ങളാണ് എന്നുള്ളതിന് ഒരു തെളിവുമില്ല. പൊട്ടിയ ഒരു ബോംബും മുസ്ലിംസ് അല്ല പൊട്ടിച്ചെന്നുള്ള കാര്യവും നമുക്ക് ഉണ്ടായിരുന്നു. പുരോഹിതൊക്കെ എവിടുന്നാണ് വന്നത്? അസിമാനന്ദ എവിടുന്നാണ് വന്നത്? അതുകൊണ്ട് ആ കഥയൊന്നും ഇയാൾ പറയുന്ന കഥയൊന്നും പരിശോധിച്ചാൽ കാണത്തില്ല. ഇത് കഥയല്ലല്ലോ, കഥയാണ്. വാർത്തയല്ല. വാർത്ത കഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പത്രക്കാരുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വേർഷൻ, ഏത് ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്, വലതുപക്ഷം എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാവുന്ന നിലവാരത്തിലുള്ള ഒരു ബോഡിയാണത്. ആ ബോഡിയുടെ കഥകളാണ് ഈ ഉണ്ടാക്കുന്നത്. പ്രൈം മിനിസ്റ്റർ സഹിതം പറഞ്ഞിട്ടുണ്ട്, വേഷം നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ആ കഥയെ നമ്മളെടുക്കത്തില്ല, രാഷ്ട്രീയമായിട്ട് എടുക്കത്തില്ല. പക്ഷേ അതേ സമയത്ത് നമുക്ക് അറിയേണ്ടതാണ്, പൗരബോധമുള്ള മനുഷ്യരുണ്ടാകേണ്ടതാണ്. പർദ്ദയ്ക്കകത്ത് പോകുന്ന ഒരു സ്ത്രീയെയും ഞാൻ ഒരു മനുഷ്യനെന്നുള്ള നിലവാരത്തിൽ കാണത്തുള്ളൂ. വിശ്വാസികളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് പൗരബോധത്തിന് വിരുദ്ധമാണെന്നറിയുന്ന ആളാണ്.
സർ പക്ഷെ അതിൽ അതുകൊണ്ട് മൈനോറിറ്റി ചെയ്യുമ്പോൾ മാത്രം കുഴപ്പമാണെന്നും നെറ്റി മുഴുവൻ അവിടെ ആ കുംഭമേളയ്ക്കകത്ത് ഒരു തുണിയില്ലാതെ 50,000 പേര് ഓടും. അപ്പോൾ ഈ പറയുന്ന ചർച്ചയില്ല. നിങ്ങളാകപ്പാടെ ഈ പരതക്കാരെ മാത്രമേ അപ്പോൾ കാണത്തുള്ളല്ലോ. എന്തൊരു അസംബന്ധം പിടിച്ച ഒരു കാഴ്ചയാണ്. ലക്ഷക്കണക്കിനാണ് കഞ്ചാവും വലിച്ച് സകല സ്വാമിമാരും അവിടെ കിടന്ന് അപ്പോൾ തലകുത്തി ചാടും. ഒരു കേസുമില്ല. പൊളിച്ചത് പള്ളിയാടോ, അല്ലാതെ അമ്പലമല്ല. അതുകൊണ്ട് ആ നിലവാരത്തിലെ കഥ ഞാൻ എടുക്കത്തില്ലെന്നാണ് പറഞ്ഞു. വ്യക്തിപരമായിട്ട് ഞാൻ എടുക്കത്തില്ല. പക്ഷേ മൈനോറിറ്റികൾ ഹഡിൽ ചെയ്യുകയും പ്രകടനപരമായി പെരുമാറുകയും ചെയ്യുന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. അത് എല്ലാ സ്ഥലത്തും ആൾക്കാർ ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ലോകത്തെവിടെയും ഡോമിനൻ്റായ ഒരു വിഭാഗം ഭരിക്കാൻ ശ്രമിച്ചാൽ ചെറിയ സെക്ഷൻ മുഴുവനും ഒന്നിച്ചുകൂടി ബലമുള്ളവരായിട്ട് കാണിക്കും. അത് അറിയാതെ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസാണ്. ആ സാധനം അവർക്ക് ഗുണപരമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഞാൻ അതിനോട് യോജിക്കത്തുമില്ല. അല്ലാതെ പർദ്ദയിട്ട് പെണ്ണുങ്ങൾ നടക്കുന്നത് കണ്ട എനിക്ക് അപമാനമാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്നതിന് അപമാനമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെയാണ് നെറ്റിക്ക് കുറിയും മരിച്ചിട്ട് ഒരുത്തം നടക്കുന്നത് കാണുമ്പോഴും അതേ അപമാനം അനുഭവിക്കും. കയ്യെ കെട്ടി നടക്കുന്നത് കാണുമ്പോൾ അതേപോലെ തന്നെ അനുഭവിക്കും. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇത് ഞങ്ങളുടെ മതമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളിതെങ്ങനെ ചെയ്യും എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരബോധത്തിന് വിരുദ്ധമാണ്. അത് ഹിന്ദുക്കളുടെ പേര് ചെയ്യുന്നവനായാലും ശരി, മുസ്ലിങ്ങളുടെ പേര് ചെയ്യുന്നവനായാലും ശരി, ക്രിസ്ത്യാനിയുടെ പേര് ചെയ്യുന്നവനായാലും ശരി. ഇവിടെ ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരുന്നതല്ലയോ. ഇത്തവണ ഈ പള്ളിയിലച്ചന്മാർ മുഴുവനും ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്ന ചർച്ച ചെയ്തില്ലേ? ഇതെവിടുന്നാണ് വന്നത്? ഇതാണ് മൈനോറിറ്റി എന്ന് പറയുന്നവരുടെ ഒന്നിച്ചുകൂടി നിൽക്കുന്ന സ്ഥലം. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ലോകവ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇന്ത്യക്കാരുടെ ഒരു സവിശേഷ പ്രശ്നമൊന്നുമല്ല. മുസ്ലിങ്ങളായിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നത്. അവരവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നവരാണല്ലോ. ഇറാനിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ലോകവ്യാപകമായി നടക്കുന്ന നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ് ഗാന്ധി ഈ കൗബീനം ഉപയോഗിച്ച് നടന്നത്? ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള ഒരു സമര രീതിയാണ്. അവരുടെ തുണി ഞാൻ ഉപയോഗിക്കത്തില്ല എന്ന് പറയുന്നത് ആധുനികതയ്ക്ക് വിരുദ്ധമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുമല്ലോ. രാമരാജ്യം എന്നല്ലേ ഗാന്ധി പറഞ്ഞത്? അതെന്തുകൊണ്ടാണ് ഫണ്ടമെൻ്റലിസമാണെന്ന് നമ്മൾ പറയാത്തത്? അന്ന് ആ വാക്കില്ലായിരുന്നു, അന്ന് അങ്ങനെ മുദ്ര കുത്തത്തില്ലായിരുന്നു. അത്രയേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നാട്ടിലെ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് അവരുടെ വിശ്വാസങ്ങൾ ഉപയോഗിച്ചിട്ട് സമരം ചെയ്യാനായിട്ട് ആൾക്കാർ പോകും. കൊമേനി അത്രേ ചെയ്തിട്ടുള്ളൂ. അവിടുത്തെ രാജാവിനെതിരെ സമരം ചെയ്യുക മാത്രമല്ല, അവിടെ പാർലമെൻറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇറാനിൽ പാർലമെൻറ്റ് ഉണ്ടായി, പക്ഷേ അത് മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയത്. രാമരാജ്യം ഉണ്ടാക്കിയാൽ അത് തന്നെ ഉണ്ടാകും, ഹിന്ദുത്വം ഉണ്ടായാൽ അത് തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഇവിടുത്തെ പാർലമെൻറ്റിനകത്ത് ഒരു കോന്തനിരുന്ന് ഈ എന്താണ് പറയുന്നത്, പൂജയൊക്കെ നടത്തുന്നില്ലേ? അത് ഇയാൾക്ക് ഈ വിഷമമായിട്ട് അനുഭവിക്കാത്ത എന്താ? ഈ പർദ്ദയിട്ട പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണ് ഒരു ചെങ്കോലും പിടിച്ച ആ വിദ്വാൻ അവിടെ നടക്കുന്നതാണെന്ന്. അപമാനകരമാണോ? ഇതിലല്ല. നമ്മൾ ആ നിലവാരത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടത്. അത് മൈനോറിറ്റി ചെയ്താലും മെജോറിറ്റി ചെയ്താലും രാജ്യത്തെ ഭരണാധികാരി ചെയ്താലും ഒരുപോലെ മര്യാദ കെട്ടതാണ്. ജനാധിപത്യ സംസ്കാരത്തിന് ചേരാത്തത്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. സതി അനുഷ്ഠിക്കുന്നതിനെതിരായിട്ട് സ്ത്രീകൾ തന്നെയായിരുന്നു ഇന്ത്യയിൽ സംഘടിച്ച് സമരം ചെയ്തത്. 50,000 സ്ത്രീകളുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ ചെതയിൽ ഇട്ട് ചുട്ടു കൊല്ലുന്നതിനാണ് സതി അനുഷ്ഠിക്കുന്നു എന്നാണല്ലോ സങ്കല്പം. 1000 പേരിൽ ഒരാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു വരും, പക്ഷേ ബാക്കിയുള്ളവരെ മുഴുവൻ പിടിച്ചിട്ട് ഇടേണ്ടി വരും. അങ്ങനെയുള്ളൂ. ഈ ചെയ്തതിനെതിരായിട്ട് ബ്രിട്ടീഷുകാർ ഇതുണ്ടാക്കിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളാണ് ബാലഗംഗാധര തിലകൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. വളരെ ഹിന്ദു മതവിശ്വാസികളാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതൊരു ഇവർ പറഞ്ഞ പോലെ പ്രാകൃതമായ ബോധരൂപീകരണമാണ്, അത് പൗരബോധമല്ല. പർദ്ദയും നെറ്റിക്കുറിയും ഒരുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രകടനപരതയാണ്. അങ്ങനെ പറയുമ്പോൾ ഈ ചരട് കെട്ടിയവരെയും കുറി തൊട്ടവരെയും ഒന്നും നിർബന്ധിച്ചത് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ ഈ ചില സമുദായം നിർബന്ധിച്ചത് ചെയ്യണം എന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങളൊരു വീട്ടിൽ വളരുന്ന സമയത്ത് നിങ്ങൾ ഇന്നതുപോലെ ചെയ്തില്ല എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ചെയ്യിച്ച് തന്നെയാണ് ആ ശീലങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കുട്ടിയും അമ്പലത്തിൽ താനേ പോയി തൊഴത്തില്ല, ഒരു കുട്ടിയും ചെയ്യത്തില്ല. പഠിപ്പിച്ചേ പറ്റൂ.
എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചേ പറ്റും. നിർബന്ധപൂർവ്വം ചെയ്യും, അങ്ങനെ തന്നെ ഉണ്ടാകത്തുള്ളൂ. അല്ല ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരണ്ട, അങ്ങനെയല്ല. അല്ല, അപ്പൊ അത്തരത്തിൽ ഇത് ഇടുന്നവരെ ഇതിൽ നിന്ന് ചില പുറത്താക്കലുകൾ എല്ലാം എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗോത്ര സ്വഭാവമാണ്. പടിയടിച്ച് പിണ്ടം വയ്ക്കുക എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ ചെയ്തിരുന്നത് എല്ലാ ഗോത്രങ്ങളും ചെയ്തതാണ്. അത് തന്നെയാണ് മതം തുടരുന്നത്. അങ്ങനെയല്ല, ജനാധിപത്യത്തിനകത്ത് അവകാശബോധമുള്ള പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കകത്ത് ഈ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കത്തില്ല. വാശിയോടെ ആചരിക്കാൻ നിർബന്ധിച്ചിട്ട് തന്നെയാണ് പള്ളിയിലെല്ലാം പോകുന്നത്. ജനിച്ച് മതവിശ്വാസിയും വിശ്വാസിയാകാനേ പറ്റുള്ളൂ. ഒരു കുഞ്ഞും അത് ചെയ്യത്തില്ല. കുഞ്ഞുങ്ങൾ താനേ അമ്പലം കണ്ടപ്പോൾ തൊഴുതുപോയി എന്നൊക്കെ പറയല്ലേ, പള്ളിയിൽ പോയി നിസ്കരിച്ചു എന്ന് പറയല്ലേ. പഠിപ്പിച്ച് അടിമകളാക്കി വളർത്തി അനുസരണയുണ്ടാക്കുന്ന പ്രജകളെ ഉൽപ്പാദിപ്പിച്ചതാണ്, പ്രജകളാണ് വിശ്വാസികൾ. മതമാണ് അല്ലേ നമ്മളെ എന്ത് ചെയ്യണം, എങ്ങോട്ട് മാറണം എന്നൊക്കെ പ്രേരിപ്പിക്കുന്നത്. നമ്മളെ പ്രേരിപ്പിക്കുന്നതല്ല, മതവിശ്വാസം രാജാക്കന്മാരുണ്ടാക്കിയതാണ്. അവർക്ക് നിയന്ത്രിച്ച് പ്രജകളെ രൂപപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണ്. അതിനാണ് ഗുരുകുലങ്ങളുണ്ടാക്കിയത്, മദ്രസകളുണ്ടാക്കിയത്, സെമിനാരികളുണ്ടാക്കിയത്. ഈ നിലവാരത്തിലുള്ള സ്ഥാപനങ്ങൾ മുഴുവനും കുട്ടിക്കാലത്തെ അവരെ പരിശീലിപ്പിച്ചാൽ അനുസരണയുള്ള പ്രജയാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ്. കാലയിലിടുന്ന ചങ്ങല ആന്തരിക ചങ്ങലയാക്കി മാറ്റുന്നതാണ് മതം, അല്ലാതെ മനുഷ്യരെ രക്ഷിക്കാനുണ്ടായതൊന്നുമല്ല. എന്തായാലും മതത്തിൻ്റെ ഏത് മതവിശ്വാസവും ഒരുപോലെ അപകടകരമാണ്. എനിക്ക് വിശ്വാസം ആവശ്യമില്ല, അറിയുന്ന കാര്യങ്ങളാണ്. ലോകത്തിനെ അറിയുന്ന ആളാണ് ഞാൻ. ജനിച്ച സമയത്ത് ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ചു? ഞാൻ പറഞ്ഞ വിശ്വാസം ഒരു സമയത്തും എനിക്കില്ല. വീട്ടിനകത്ത് എന്നെ അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ അവരെല്ലാവരും ഏതോ ഒരു കോന്തൻ ദൈവത്തിൻ്റെ പുറകെ പോയി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ലോകത്തുള്ള ഇന്ത്യൻ പൗരബോധം ഉണ്ടാകുന്ന അറിവ് വന്നതോടെ ഈ വിശ്വാസിയുടെ ആവശ്യം എനിക്കില്ലാതായി. ലോകം എങ്ങനെയാണ് പരിണമിച്ചിങ്ങനെ ആയെന്നുള്ള അറിവാണ് എനിക്കുള്ളത്. അത് കാരണം കൊണ്ട് ഇതിൻ്റെ ലോകം ഒരുത്തനിരുന്ന് ആലോചിച്ചുണ്ടാക്കിയതാണെങ്കിൽ വിവരമില്ലാത്ത ദൈവമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചുരുങ്ങിയ പക്ഷേ എന്നെങ്കിലും ഉണ്ടാക്കത്തില്ലല്ലോ, വിവരമുള്ള ദൈവമാണ് ഉണ്ടാക്കിയെങ്കിൽ. അല്ല, അപ്പോൾ അത് കാരണം കൊണ്ട് വിവരമുള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആരെയും ഉണ്ടാക്കത്തില്ല, നിങ്ങളെ തീരെ ഉണ്ടാക്കത്തില്ല, എനിക്ക് സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് വിവരമില്ലാത്ത ദൈവമേ ഉണ്ടാക്കിയവരിൽ നിന്നാണല്ലോ ഉണ്ടാക്കിയവനെ കണ്ടുപിടിച്ചത്. വിവരമുള്ള ദൈവത്തിനെ കണ്ടുപിടിക്കാൻ ഒരു ലോകത്തും സാധ്യമല്ല. അത് കാരണം കൊണ്ട് വളരെ സ്വാഭാവികമായി പരിണമിച്ച് രൂപപ്പെട്ട മനുഷ്യരാണ് നമ്മളെല്ലാം എന്ന് അറിയുന്നതുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വിവരമുള്ളെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഭാഷ കണ്ടുപിടിച്ച എല്ലാവരെയും അതേ കൊണ്ട് സംസാരിപ്പിച്ചേനെ. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, ഇതൊന്നും അറിഞ്ഞുകൂടാത്ത. കാരണം ഒരു ചുരുങ്ങിയ പക്ഷേ ഇപ്പോൾ എനിക്ക് 72 വയസ്സായി. 70 വർഷമായിട്ടൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഞാൻ ലോകത്തൊക്കെ കാണുന്നതല്ലേ. ആ കാണുന്ന സമയത്ത് ഇത്രയും നാളെങ്കിലും കൊണ്ട് പഠിക്കണ്ടേ? സ്വന്തം അനുഭവം കൊണ്ട് പഠിക്കാത്ത ഒരു ദൈവവും കൂടെ ചെയ്ത് പഠിച്ചിട്ടില്ല ഇതുവരെയും. ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞ യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന മനുഷ്യരെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവരം കെട്ട ദൈവത്തിനെ എനിക്ക് വേണ്ട, ആവശ്യമില്ല. ലോകത്തിനെപ്പറ്റി ലോകത്ത് അല്പമെങ്കിലും സമാധാനം ഉണ്ടാകുന്നത് ഈ വിശ്വാസം അല്ലാതെ ലോകം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് അറിയുമ്പോഴാണ് പറ്റുന്നത്. അതുകൊണ്ട് ലോകത്തിനെ പറ്റിയുള്ള അറിവാണ് നൽകേണ്ടത്. സംസ്കാരമുള്ള മനുഷ്യരാക്കി മാറ്റുക എന്നുള്ളത്. ആചരിക്കുന്നത് അടിമകളുടെ സ്വഭാവമാണ്. അടിമകളെയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. എല്ലാ വിശ്വാസിയും അടിമയാണ്. ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാനും നിസ്കരിക്കാനും നമസ്കരിക്കാനും പഠിപ്പിക്കുന്ന ഇടമാണ് അമ്പലവും പള്ളിയല്ല. അതൊന്നുമല്ല നമുക്ക് ആവശ്യം. അവിടെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ മുന്നേ വയ്ക്കുന്നത്. നമ്മൾ 3 പേരും ഒന്നിച്ചിവിടെ ഇരുന്ന് പരസ്പര ബഹുമാനത്തോടെ പെരുമാറുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിനെ പറ്റിയുള്ള അറിവ് നമുക്കിന്നുണ്ട്. മനുഷ്യരെങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണെന്നറിയാം. കറുത്തവരായിരുന്നവരാണ് വെളുത്തവരായിപ്പോയെന്നറിയാം. ഇതൊക്കെ അറിയുന്ന കാലത്ത് ദൈവം ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്നൊക്കെ വെറുതെ ആലോചിച്ച് സമയം കളയേണ്ട വല്ല കാര്യമുണ്ട്. എന്നിട്ട് ദൈവത്തിനോട് പോയി കിടന്ന് പ്രാർത്ഥിച്ച് ലോകം നന്നാക്കാൻ നടക്കുന്നത്. വേറെ പണിയൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് മതത്തിൻ്റെ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിയുന്ന ഒരു സമൂഹം ഇനി വളർന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.